ആ കൺഗ്രാജുലേഷൻസ് ഷോറൂം മുതലാളി. ഏയ് നാളെ വരില്ലേ? ഒരു രക്ഷയിലടോ, 3 ദിവസം സെമിനാറാ. ഇപ്പൊ തന്നെ ബ്രേക്ക് പറഞ്ഞ ചാടി. അല്ല നിത്യവരല്ലേ? അത് പറ. പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കും. എടോ ഞാനെന്നല്ലേ ചെറിയ എടുത്തിയാട്ടം ചെയ്തോന്നൊരു സംശയം. എന്തു പറ്റി? അത് ഞാൻ നിത്യനെ ചെറുതായിട്ട് പ്രപ്പോസ് ചെയ്തു. കൊള്ളാലോ. ജിമ്മി വന്ന് ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ജിമ്മി, പുതിയ കാറുകളുടെ ഒരു ഷോറൂമല്ല, പഴയ തലമുറ വാർത്ത് നൽകിയ കാലത്തിന്റെ കണ്ണാടി. എടാ പെൺകുട്ടികൾ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് വല്യമ്മേന്റെ ഓർഡറാ. അതെനിക്ക് ഇവിടെ വന്നപ്പോലെ മനസ്സിലായി. മൂത്താപ്പ സംസാരിച്ചോണ്ടിരിക്കാം. മിക്കാക്കയോ? ആ മിക്കാക്ക എത്തിയിട്ടുണ്ട്. ആളിവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. മരിയക്കുട്ടി അവിടെ ഇല്ലേ? പിന്നെ ആളിവിടെ ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കല്ലേ. എല്ലാം ഓക്കെ അല്ലേ? കൂളാണ് കൂളാണ്. നീ ഇത് ഇവിടെ പിടിച്ചേക്കാണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. ഇല്ല ബാബുജി, ഞാൻ കൊടുക്കും. അല്ല, ഇത് വല്യമ്മയ്ക്കാടാ. ഓ വല്യമ്മയ്ക്കാണ്, ബാബുച്ചനെ കൊടുത്തു. എന്താടാ ഇത്? ദീനിയായിട്ടുള്ളൊരു പടം പോലും ഇല്ലല്ലോ ഇവിടെ. ഇത് കൊണ്ടൊക്കെ അവൻ നന്നാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വലിക്കാക്ക വേണ്ട. ആ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നന്നായിട്ടുണ്ട്. മക്കളെ, ഈ കച്ചവടം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കളിയല്ല, അത് വലിയ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഉപ്പുപ്പ, അതായത് എന്റെയും അബ്ദുൽ ഖാദറിന്റെയും ഒക്കെ ഉപ്പ കച്ചവടം തുടങ്ങിയ കാലത്ത് ഞാനേ ശ്രീനാഥിനൊന്ന് വിളിച്ചിട്ട്. അപ്പൊ നീ ഇത് കേൾക്കുന്നില്ല? അല്ല മുത്തപ്പ, ഞാൻ കേട്ടായിരുന്നു, പ്രസംഗിച്ചപ്പോ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നീ എടുത്തോണ്ട് വന്ന പെട്ടി എവിടെ? പെട്ടി എടാ പെട്ടിയൊക്കെ പിന്നീട് നീ വാപ്പിച്ചിട്ട് സംസാരിച്ചാ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എടാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ നോക്കുന്നുണ്ടായിരുന്നു, പോയി സംസാരിക്കും. എടാ ഞാനിപ്പോ പോയി എങ്ങനെ മിണ്ടാനാ? കുറച്ച് ഫണ്ട് കൂടെ വരാനുണ്ട്, അതുകൂടെ വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കാം. അതൊക്കെ ശരിയാവും. പിന്നെ നീ അവൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. എന്നാൽ പിന്നെ നീ അവനോട് പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങട്ടെ. വാപ്പച്ചി കൂടി അവനോടൊന്ന് പറഞ്ഞേക്ക്. പിന്നെ അതൊക്കെ സെറ്റാക്കി. ജെമ്മി, ഉദ്ഘാടനമൊക്കെ നന്നായിരുന്നു. പിന്നെ റമദാൻ മാസം വരികയാണ്, നീ വീട്ടിലോട്ട് വരണം. മറിയത്തിന് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അന്ന് ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ, കാറ്. അത് വെച്ച് നിങ്ങൾ എങ്ങോട്ടാ പോയേ? ഞങ്ങളൊരു പാട്ട് പാടാൻ പോയി. വീട്ടിലേക്ക് ഇനി 10 മിനിറ്റ് അല്ലല്ലോ, പതുക്കെ പോയാ പോരെ? മതി. ധൃതിയുണ്ടോ? ഇല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്
സംഭവിക്കുന്നതൊക്കെ ഭയങ്കര മാജിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ വൈൽഡസ്റ്റ് തോട്ട്സിൽ പോലും ഇല്ല നമ്മളിങ്ങനെ വീണ്ടും. ജിമ്മിക്കൊരു കാര്യം അറിയോ? നീ പണ്ടിങ്ങനെ ഓടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എനിക്കിതിൻ്റെ ഒരു നോട്ടം കിട്ടും. ഒരു ചെറിയൊരു ഗ്ലാൻസ്. ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. I feel so peaceful now. ജിമ്മി, നീ വണ്ടി എടുക്ക. വണ്ടി എടുക്ക ജിമ്മി, ഞാൻ പറയാം. എടോ എന്താ പ്രശ്നം? എന്തോ പെട്ടെന്ന് ഇങ്ങനെ? ഞാനെന്തെങ്കിലും റോങ് ചെയ്തിട്ടാണോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറയേ. താനിങ്ങനെ പാനിക്കാവുന്നത് കണ്ടുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അവിടെ വരുണുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യാനാ? നമ്മളിവിടെ ഇല്ല എല്ലാവരും. നമുക്ക് നോക്കാം.